Dear students, so today we are going to discuss about the fourth measure of dispersion, that is standard deviation. In the previous class we have to learn about the various measures of dispersion like a range, quartile deviation and mean deviation. So the next one is standard deviation. So the standard deviation is the most useful and the most popular measure of dispersion. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും പോപ്പുലറും ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്കറിയാം മീൻ ഡീവിയേഷൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ നമ്മളൊരു വാല്യൂസ് എടുക്കുന്ന സമയത്ത് ആബ്സല്യൂട്ട് വേരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ പ്ലസ് ഓർ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മൈനസ് ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലസ് ആയിട്ട് എടുക്കും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ അസംഷൻസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സ് അതിനുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്കുകളുണ്ട്. അപ്പോൾ ഒന്നിനൊരു ഡ്രോബാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫർദർ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ നമുക്ക് അതിൽ നിന്നും അസംഷൻസ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. സോ അത്തരത്തിലുള്ള മറ്റൊരു മെഷർ ഓഫ് ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയുള്ളതും അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പേർഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ ദ ഡീവിയേഷൻ ഓഫ് ദി ഒബ്സർവേഷൻ ഫ്രം ദി അരിത്തമെറ്റിക് മീൻ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീനിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ അരിത്തമെറ്റിക് മീനുമായിട്ടുള്ള ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ ഈച്ച് ആർ സ്ക്വയർഡ്. അതിന് ശേഷം നമ്മളതെല്ലാം സ്ക്വയർ ചെയ്യുന്നുണ്ട്. ദെൻ ദ സം ഓഫ് ദ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിൻ്റെ സ്ക്വയർ എല്ലാം കണ്ടതിന് ശേഷം ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ എത്രയാണ് ആ ഐറ്റംസ് ഉള്ളത്, വാല്യൂസ് എത്രയാണോ ഉള്ളത്, അപ്പോൾ ആ വാല്യൂസിൻ്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ ഈസ് നോൺ ആസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, നമുക്ക് തന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ഡീവിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ ഡീവിയേഷൻ്റെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്ക്വയറിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ സം ഓഫ് ദ സം ചെയ്തതിന് ശേഷം അല്ലേ, അതിൻ്റെ ആ സ്ക്വയർസിനെ എല്ലാം തന്നെ നമ്മൾ ടോട്ടൽ ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ദെൻ ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് വി ഹാവ് ടു സേ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അരിത്തമെറ്റിക് മീനിൽ നിന്നും അല്ലേ നമുക്ക് തന്നിട്ടുള്ള ഒരു സീരീസിലെ വാല്യൂസിൻ്റെ ഒക്കെ തന്നെ നമ്മൾ ഡീവിയേഷൻസ് കാണുന്നുണ്ട്. ദെൻ ആ ഡീവിയേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ക്വയർ ചെയ്യും. ദെൻ ആ സ്ക്വയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നമ്പർ വെച്ചിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്, നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ദെൻ അതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെ അരിത്തമെറ്റിക് മീനിൻ്റെ അരിത്തമെറ്റിക് മീനിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോർമലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് സിഗ്മ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, ഓരോ സീരീസിലും ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലെല്ലാം തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതെല്ലാം തന്നെ എന്താണ്, ഒരു സീരീസ് അതായത് അതിൻ്റെ സെൻട്രൽ വാല്യൂസിൽ നിന്നും എത്രത്തോളം വേരിയേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. So either we have to use a range or otherwise a quartile deviation, or we have to use a standard deviation. Okay, so in case of individual series, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു x1, x2, x3, x4 അങ്ങനെ xn വരെ, ദിസ് ആർ ദ n വാല്യൂസ്. ഇപ്പോൾ ഇത്തരത്തിൽ n വാല്യൂസ് ആണ് ഇവയെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്ന ടേമാണ് ഈ ഒരു സിമ്പലിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ standard deviation, either we have to denote the standard deviation as SD, or the symbol sigma symbol is used to denote the standard deviation. So the standard deviation is
square root of, then x1 minus x bar all square plus x2 minus x bar all square plus x3. അങ്ങനെ n number of items വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? xn minus x bar all square divided by n. അതിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ആ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു നമ്മൾ അല്ലേ, ഓരോ വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യാണ്? അരിത്തമെറ്റിക് മീനിൽ നിന്നും അതിൻ്റെ ഡീവിയേഷൻ കാണുന്നു, ദെൻ അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും, ദെൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ്, ദെൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് നമ്മൾ അതിന് എഴുതുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ആൻഡ് ഓൾസോ it is equal to square root of sigma x square divided by n minus sigma x by n all square, where n is a number of items. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ n എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു n എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. സോ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഇസ് എ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് ദ സ്ക്വയർ റൂട്ട് ഇറ്റ് ഈസ് എ വേരിയൻസ്. ഓക്കെ, അപ്പോൾ വേരിയൻസ് എന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയേഷൻ എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് കോൾഡ് വേരിയൻസ്. ഓക്കെ, ഇപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഓഡിയോ കേട്ടിട്ട് അതൊന്ന് നോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ വിത്തൗട്ട് സ്ക്വയർ റൂട്ട് ഇറ്റ് ഇസ് എ വേരിയൻസ്. സോ ദ സ്ക്വയേഴ്സ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് കോൾഡ് ദി വേരിയൻസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് എന്തെന്ന് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. സോ ദ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, then coefficient of variation is equal to standard deviation divided by mean into 100. This is the coefficient of variation. അപ്പോൾ coefficient of variation calculate ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക then divided by mean, arithmetic mean into 100. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള സീരീസിലെ അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും, ആ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ ആ ഡീവിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്യും. ദെൻ ആ സ്ക്വയറിനെ എല്ലാം തന്നെ സം ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ നമ്പർ ഓഫ് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അക്കോർഡിംഗ് ടു സ്പീജൽ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി mean of the squares of the deviation of all values of a series from their arithmetic mean. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ. So here the standard deviation is denoted by a particular symbol. It is called sigma. Okay, the equation is standard deviation is equal to square root of sigma x square divided by n minus sigma x by n all square, where n is the number of items. Then variance, it is the squares of standard deviation is called variance. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. സോ വേരിയൻസ് കാണുന്നതിനുള്ള ഇക്വേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ.